അനുമോദന ചടങ്ങ് വിവാദത്തിൽ കെ.ടി. ജലീലിനെതിരെ നടപടിയുമായി സർക്കാർ മുന്നോട്ട്. ജലീൽ തെറ്റ് തിരിച്ചറിയുന്നില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കുട്ടികൾ പരാതിപ്പെട്ടാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ വ്യക്തമാക്കി. വീഴ്ചയുണ്ടായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിഷമം തോന്നിയാൽ മാപ്പ് ചോദിക്കുമെന്നും അല്ലാത്തപക്ഷം മുൻകൂർ ജാമ്യത്തിന് പോലും പോയില്ലെന്നുമായിരുന്നു കെ.ടി. ജലീലിന്റെ പ്രതികരണം. ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അതിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ബിന്ദു കൃഷ്ണ അതിൽ ഇടപെട്ട് സംസാരിച്ചത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീൻ അതിൽ ഇടപെട്ട് സംസാരിച്ചത്. അപ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനവും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെയുള്ളൊരു ഗുണദോഷം കേരളത്തിലെ കുട്ടികൾക്ക് ആവശ്യമില്ല. നിയമം അത് അനുവദിക്കുന്നതുമില്ല. കുട്ടികളോടുള്ള സമീപനം മാറ്റേണ്ടതായിരുന്നു. ഇദ്ദേഹം അധ്യാപകനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അധ്യാപകന് ചേർന്ന സമീപനമാണോ ഇത്? റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും പരാതി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് പരാതി ഇല്ലെങ്കിൽ പോലും സ്റ്റേറ്റിന് അക്കാര്യത്തിൽ പരാതിയുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വിവാദത്തിൽ കെ.ടി. ജലീലിന് പിന്തുണയുമായി CPM-ഉം രംഗത്തെത്തി. ജലീലിനെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. മുബഷീറുണ്ട്. മുബഷീർ, കെ.ടി. ജലീൽ അനുമോദന യോഗം അത് വിവാദമായി മാറിയിരിക്കുകയാണ്. CPM ഇപ്പോൾ പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. കെ.ടി. ജലീൽ പറയുന്നത് കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അങ്ങനെ മാപ്പ് പറയണമെന്ന് തോന്നിയാൽ ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ മാപ്പ് പറയും എന്നാണ്. സർക്കാർ നടപടിയുമായി മുന്നോട്ടാണോ? MSF അടക്കമുള്ള സംഘടനകളും പ്രതിഷേധത്തിലാണോ? വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പരാതിയില്ലാത്ത സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് തന്നെ ഇത് തിരിച്ചടിയായോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായിട്ടാണ് ഇന്നിപ്പോൾ കെ.ടി. ജലീൽ രംഗത്ത് വന്നത്. ഒരു വിദ്യാർത്ഥികളെയും പരസ്യമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തിരുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ആ പരിപാടിക്ക് ശേഷം അവിടെയുള്ള രക്ഷിതാക്കളുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ടൊരു ആശയവിനിമയം നടത്തുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും വിദ്യാർത്ഥി അപമാനിതനായിട്ടുണ്ടെങ്കിൽ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് കെ.ടി. ജലീൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കെ.ടി. ജലീലിനെതിരെ ആരോപണം ഉന്നയിച്ച മന്ത്രി ബിന്ദു കൃഷ്ണയും MSF ഒക്കെ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും അങ്ങനെ വിദ്യാർത്ഥികളോട് പെരുമാറാൻ പാടില്ല. കെ.ടി. ജലീലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. അക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്. MSF-ഉം വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇന്നലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പ്രതികരണം പുറത്തു വന്നിരുന്നു. ആ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും തങ്ങൾക്ക് അങ്ങനെ ഒരു അപമാനം നേരിട്ടിട്ടില്ല. ഒരു അധ്യാപകനെ പോലെ തിരുത്താനാണ് കെ.ടി. ജലീൽ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടായിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുകയുമുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ തന്നെ ജലീലിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന ആളുകൾ ഇനി എന്ത് തരത്തിലുള്ള നിലപാട് ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.